ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഒരു കല്യാണ വീഡിയോ ആണെന്ന്. അതേട്ടോ, അപ്പോൾ എൻ്റെ അനിയൻ്റെ കല്യാണമായിരുന്നു കേട്ടോ. അപ്പോൾ കല്യാണം കുറേയായി ഈ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടിരിക്കണം. എവിടെ നിന്ന് തുടങ്ങും, എങ്ങനെ തുടങ്ങും എന്നുള്ള കൺഫ്യൂഷനിൽ ഇങ്ങനെ ഇരിപ്പായിരുന്നു. ശരി, ആദ്യം മുതൽ തന്നെ അങ്ങ് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നമ്മുടെ പെണ്ണ് കാണലൊക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് പേര് വരുമ്പോഴുള്ള വീഡിയോ ആണ് കേട്ടോ. അത് മുതലുള്ള വീഡിയോസ് എൻ്റെ കയ്യിലുള്ളൂ. അപ്പോൾ അതാ കുറച്ച് പേരൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കുറച്ച് ചായയും സ്നാക്സൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ നമ്മളൊക്കെ കൂടി ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്ന സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഫസ്റ്റ് കാണിക്കുന്നത്. അത് കഴിഞ്ഞു, നമ്മളെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചു. അവരുടെ വീട്ടിൽ നിന്ന് കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അവർക്ക് ചായയൊക്കെ കൊടുത്തു. ചേച്ചിയാണ് ചായയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മളവിടെ ഇങ്ങനെ നിന്ന് കാണുവാണ്, വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ അനിയൻ്റെ കല്യാണം പൊളിക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ചേച്ചിമാരും അതുപോലെ പിള്ളേർ സെറ്റും പിന്നെ അളിയന്മാരൊക്കെ ഭയങ്കര ത്രില്ലിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഓരോ മൊമെൻറ്റ്സും നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ജനുവരിയിൽ എന്തോ ചിക്കൻ വന്ന് പെണ്ണ് കണ്ടു പോയതാണ്. അപ്പോൾ പെണ്ണ് കാണൽ കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ വീട്ടിൽ നിന്ന് അവരും ജാതകമൊക്കെ നോക്കി പൊരുത്തമൊക്കെ നോക്കിയിട്ട് അവരുടെ വീട്ടിൽ നിന്ന് ഓക്കെ പറഞ്ഞ് അവരുടെ വീട്ടിൽ നിന്ന് കുറച്ച് പേര് വന്നപ്പോഴേക്കും ഫെബ്രുവരി ആയി തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഫെബ്രുവരിയിൽ നടന്ന സംഭവമാണത്. പിന്നെ മാസമോ ഡേറ്റോ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ അനിയനും നാത്തൂനും അങ്ങ് ക്ഷമിച്ചേക്കണം. എനിക്ക് അത്ര വലിയ കാര്യത്തിൽ ഓർമ്മയൊന്നുമില്ല. അപ്പോൾ ഇതാ അങ്ങനെ അമ്മമാരും ഒക്കെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചായയൊക്കെ കുടിച്ച് സ്നാക്സൊക്കെ കൊടുത്തു. പിന്നെ നമ്മുടെ ചെക്കനും പെണ്ണും ഓക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് രണ്ടാൾക്കും സംസാരിച്ചപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ നമ്മൾ ഒഫീഷ്യലായി നടത്തുന്ന കുറേ ചടങ്ങുകളാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഫുഡൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. ഗീ റൈസും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ശരി, അവർക്കും ഓക്കെ ആയതുകൊണ്ട് നമ്മൾ ഫുഡൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ വിട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ചെറിയ പെങ്ങളായ ഞാൻ മാത്രം കണ്ടിട്ടുണ്ടായിരുന്നില്ല പെണ്ണിനെ. ചേച്ചിയും അമ്മയും അച്ഛനും ഒക്കെ പിള്ളേർ സെറ്റൊക്കെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഫാമിലി മാത്രം കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് എൻ്റെ നാത്തൂനെ കാണാൻ. അങ്ങനെ കാരണവന്മാരൊക്കെ കൂടി ഇതങ്ങ് ഓക്കെ ആക്കിയിട്ട് ചെക്കനും പെണ്ണിനും കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളെല്ലാവരും ഓക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇതൊരു അറേഞ്ച്ഡ് മാരേജ് ആണ്. അപ്പോൾ പെണ്ണാണലൊക്കെ കഴിഞ്ഞു. പിന്നെ ജാതകം നോക്കൽ, പൊരുത്തം നോക്കൽ, അങ്ങനെ എല്ലാം നോക്കിയിട്ടുള്ള അതേ സിസ്റ്റത്തിൽ ഫോളോ ചെയ്ത ഒരു കല്യാണമാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അവർ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ പോയി. അപ്പോൾ നമ്മൾ മാത്രം കണ്ടിട്ടുണ്ടായിരുന്നില്ല പെങ്കൊച്ചിനെ. എന്നാൽ ശരി, വൈകിട്ട് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളും ഫാമിലിയായിട്ട് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇനി അങ്ങോട്ട് പോയട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒന്ന് ഫുഡൊക്കെ കഴിച്ചതിൻ്റെ വീഡിയോ ആണ് ഇട്ടത്. അപ്പോൾ നമ്മളങ്ങനെ ഹാപ്പി ആയിട്ട് ഫുഡൊക്കെ കഴിച്ചു. ചിക്കനും ഗീ റൈസൊക്കെ ആയതുകൊണ്ട് നന്നായി തട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ പെങ്കൊച്ച് ഷമിത. അപ്പോൾ നമ്മൾ അവരുടെ വീട്ടിലൊക്കെ പോയിട്ട് പെങ്കൊച്ചിനെയൊക്കെ കണ്ടു. അങ്ങനെ നമ്മൾ ബായൊക്കെ പറഞ്ഞ് വന്നു കേട്ടോ. അപ്പോൾ രണ്ട് വീട്ടുകാർക്കും നല്ല താല്പര്യമൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ എൻഗേജ്മെൻറ്റ് ഡേറ്റ് എടുത്തു. എൻഗേജ്മെൻറ്റ് മെയ് 12-നായിരുന്നു. അപ്പോൾ നമ്മൾ വെക്കേഷൻ ടൈമൊക്കെ നോക്കിയിട്ട് അങ്ങനെ വെച്ചതാണ് കേട്ടോ. പിന്നെ ഈ ഫോട്ടോസ് നമ്മൾ എൻഗേജ്മെൻറ്റിൻ്റെ തലേ ദിവസം ഡ്രസ്സ് കൊണ്ടു കൊടുക്കാൻ പോയി അപ്പോൾ എടുത്തിട്ടുള്ള ഫോട്ടോസാണ് കേട്ടോ. എൻഗേജ്മെൻറ്റിൻ്റെ ഡ്രസ്സ് നമ്മൾ തൃശ്ശൂർ പോയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ സമയത്തും ഞാൻ വിചാരിച്ചതാണ് വീഡിയോ ചെയ്യണമെന്ന്. പക്ഷെ അപ്പോഴും പറ്റില്ല. പിന്നെ വിചാരിച്ചു ശരി, എൻഗേജ്മെൻറ്റും ഹൽദിയും കല്യാണവും റിസപ്ഷനും എല്ലാം കൂടി ഒരു വീഡിയോയിൽ അങ്ങ് ചെയ്യാന്ന്. അപ്പോൾ ഇത് ഞാൻ പാർട്ട് 1 ആയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. കല്യാണം വരെയുള്ള കുറച്ച് വീഡിയോസും ക്ലിപ്സൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാ നമ്മുടെ എൻഗേജ്മെൻറ്റ് വിശേഷങ്ങളാണ് കേട്ടോ ഇതിൽ. അപ്പോൾ എൻ്റെ കയ്യിൽ അധികം വീഡിയോസൊന്നും ഇല്ല എൻഗേജ്മെൻറ്റിന്. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടും കുറച്ചായല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഒരുങ്ങി നമ്മൾ എല്ലാവരും ഒരുങ്ങി. നമ്മൾ ധാവണിയായിരുന്നു, ഞാനും ചേച്ചിയും ധാവണിയായിരുന്നു. പിള്ളേർക്ക് ദേവുവിനും ഒരേപോലത്തെ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ വീട്ടിൽ നിന്നും കുറച്ച് ഫോട്ടോ സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ കല്യാണച്ചക്കൻ. അപ്പോൾ അങ്ങനെ പിള്ളേർ സെറ്റും നമ്മളൊക്കെ കൂടി കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഇതാ നമ്മൾ എൻഗേജ്മെൻറ്റ് മണ്ഡപത്തിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് നമ്മളൊരു വള ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു മോതിരം റിങ് എക്സ്ചേഞ്ചും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ കസിൻസും ഫാമിലീസൊക്കെയാണ്. അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ നമ്മളെടുത്തു. നല്ല ഹാപ്പി ആയിട്ട് നമ്മുടെ എൻഗേജ്മെൻറ്റൊക്കെ കഴിഞ്ഞു. അപ്പോൾ എൻഗേജ്മെൻറ്റിൻ്റെ തലേദിവസമൊക്കെ നമ്മൾ ഭയങ്കര ത്രില്ലിലൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് ഞങ്ങളും നാട്ടിലൊക്കെ ചെന്ന് വേഗം ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ധാവണിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യാനുണ്ടോ. പിന്നെ നമുക്കവിടെ ഫുഡ് ഉണ്ടായിരുന്നത് ഗീ റൈസും ചിക്കനൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതെന്താണെങ്കിലും നല്ല ഫുഡായിരുന്നു. നമ്മൾ നന്നായി അങ്ങ് തട്ടി. അതിനുശേഷം പിന്നെ കുറച്ച് ഇവർ ഔട്ട്ഡോർ പോലെ കുറച്ച് ഫോട്ടോ സെക്ഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫോട്ടോസ് കൂടി ഞാൻ ചേർക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. പിന്നെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബേഴ്സൊക്കെ ആവുന്നവർക്ക് ഒരുപാട് താങ്ക്സ് കേട്ടോ. അധികം സപ്പോർട്ടൊന്നും ഇല്ലെങ്കിലും ഞാനിങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോകുന്നുണ്ട്.
അപ്പോൾ ഈ വീഡിയോസൊക്കെ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. ഒന്ന് ലൈക്ക്, കമൻറ്റ്, ഷെയറൊക്കെ ചെയ്യണേ. അപ്പോൾ ഇത് അങ്ങനെയൊക്കെയാണ് നമ്മുടെ എൻഗേജ്മെൻറ്റ് വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ അങ്ങനെ ഇൻക്ലൂഡ് ചെയ്ത് വെച്ചതാണ്. അങ്ങനെ ഇതാ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് അനിയൻ പോണതാണ് കേട്ടോ. അവൻ ഹൈദരാബാദാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ ഇതാ നമ്മുടെ പാലക്കാട് വീടിൻ്റെ സൈഡിലാണ് റെയിൽവേ ട്രാക്ക്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവിടെ പോയിട്ട് ബായ് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അനിയൻ്റെ ട്രെയിനൊക്കെ വന്നപ്പോൾ ഞങ്ങൾ പിള്ളേർ സെറ്റൊക്കെ ആയിട്ട് ഉച്ചയ്ക്ക് അവിടെ പോയി നിന്നു. അപ്പോൾ ഇതാ ഒരു ബായൊക്കെ പറഞ്ഞ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു കേട്ടോ ആ സമയത്ത് ഉണ്ടായിരുന്നത്. അങ്ങനെ ബായൊക്കെ പറഞ്ഞ് അവൻ എൻഗേജ്മെൻറ്റൊക്കെ കഴിഞ്ഞിട്ട് പോയി കേട്ടോ. പിന്നെ ഇനി കല്യാണത്തിനുള്ള വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് വെക്കേഷൻ ടൈമിൽ കല്യാണത്തിന് ഡേറ്റ് എടുക്കാമെന്നൊക്കെ പറഞ്ഞ് അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതാ ലാസ്റ്റ് നമുക്ക് ഡേറ്റൊക്കെ കിട്ടി. ഡിസംബർ 22 നമുക്ക് ഡേറ്റ് കിട്ടി. നല്ല ടൈമായിരുന്നു. വെക്കേഷൻ ടൈം ആവാറായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഹാപ്പി ആയിട്ടോ. പിന്നെ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയത് തൃശ്ശൂരാന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമ്മൾ കുതിരാൻ തുരങ്കത്ത് കൂടെ ആയിട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഫസ്റ്റ് ടൈം ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അതെല്ലാം ടണൽ ഓപ്പണായിട്ട് പോയിട്ടേ ഉണ്ടായിരുന്നില്ല. തൃശ്ശൂർ നമ്മൾ വടക്കാഞ്ചേരി, ചേലക്കര ആ വഴിയാണ് കൂടുതലും പോവാറ്. അപ്പോൾ ഈ സൈഡ് നമ്മൾ ഫസ്റ്റ് ടൈം ആട്ടോ പോയത്. അപ്പോൾ ഇതാ നമ്മൾ തൃശ്ശൂരൊക്കെ പോയി ഷോപ്പിങ്ങൊക്കെ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒന്നും ഇല്ല കേട്ടോ. അതിന് ശേഷം തിരിച്ച് വരുമ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചൊരു ഹോട്ടലാണ് കേട്ടോ. അത് നല്ല ഫുഡായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. നമ്മൾ കുതിരാൻ തുരങ്കത്ത് കൂടെ തന്നെ തിരിച്ചും വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ റൂട്ടിൽ ഉള്ളൊരു ഹോട്ടലായിരുന്നു കേട്ടോ. തിരിച്ച് വരുമ്പോൾ ഡ്രസ്സൊക്കെ എടുത്ത് കഴിഞ്ഞു. ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നല്ല വിശപ്പോടുകൂടി വന്ന സമയത്താണ് എന്താണെങ്കിലും നമുക്ക് ഫുഡൊക്കെ നന്നായി ഇഷ്ടപ്പെട്ടു. നമ്മൾ അൽഫാമും മന്തി റൈസൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെയായിരുന്നു ഫുഡിൻ്റെ വിശേഷങ്ങൾ. അവിടെ നമ്മൾ റിലാക്സ് ആയിട്ടിരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ കുതിരതുരങ്കത്ത് കൂടെയൊക്കെ തന്നെ കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഈ റൂട്ട് അധികം ട്രാഫിക്കും ഇല്ല. അങ്ങനെ സുഖമായിട്ട് നമ്മൾ പോന്നിട്ടുണ്ട്. എൻഗേജ്മെൻറ്റ് സമയത്ത് പിന്നെ നമ്മൾ നല്ല ഫ്രീ ആയിരുന്നു കേട്ടോ. വെക്കേഷൻ സമയം ആയതുകൊണ്ട് തന്നെ നമ്മൾ എക്സാമൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് വരാമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വേഗം നമ്മൾ നാട്ടിലൊക്കെ എത്തി. എന്നിട്ട് തന്നെ ഡ്രസ്സ് എടുക്കാൻ പോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. വലിയ ടെൻഷനൊന്നും ഇല്ലാതെ നമ്മൾ എൻഗേജ്മെൻറ്റൊക്കെ നല്ല ഭംഗിയായി അങ്ങ് തീർത്തു കേട്ടോ. നല്ല ഡ്രസ്സസും നല്ല കോസ്റ്റ്യൂമൊക്കെ ആയതുകൊണ്ട് നമുക്കും എല്ലാവരും നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു നമ്മുടെ എൻഗേജ്മെൻറ്റ് വിശേഷങ്ങൾ. എൻഗേജ്മെൻറ്റ് തലേദിവസത്തെ ഒരു സൂത്രം കാണിച്ചു തരാം കേട്ടോ. എൻഗേജ്മെൻറ്റ് തലേന്ന് മോൾക്ക് മൈലാഞ്ചി ഇട്ടില്ല എന്ന് പറഞ്ഞ് ബഹളമായിരുന്നു. അപ്പോൾ മാമൻ തന്നെ മരുമോൾക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ ഇത്. പിന്നെ എൻഗേജ്മെൻറ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ദിവസം അവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ എല്ലാവരും കൂടി കളിയും അങ്ങനെയുള്ള ബഹളത്തിൻ്റെ ഒരു വീഡിയോ കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ. എല്ലാവരും കൂടി മാമനും പിള്ളേരൊക്കെ കൂടി കളിക്കുന്നത്. ഈ മാമനെയാണല്ലോ നമ്മൾ പിടിച്ച് കെട്ടിക്കുന്നത് എന്നാണ് ഞാനിപ്പോൾ ഓർക്കുന്നത്. ഒളിച്ചുകളി കളിക്കാൻ കേട്ടോ മാമനും പിള്ളേരും കൂടി. അത് നല്ല കണക്കാണല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മാമൻ്റെ കല്യാണത്തിൻ്റെ എൻഗേജ്മെൻറ്റ് വിശേഷങ്ങൾ. അപ്പോൾ ഇനി അടുത്ത പാട്ടിൽ ബാക്കി കാണാം കേട്ടോ. നമ്മളും എന്നാൽ തിരിച്ച് ബാംഗ്ലൂർക്ക് പോകട്ടെ കേട്ടോ. അപ്പോൾ നമ്മളും അങ്ങനെ തിരിച്ച് ബാംഗ്ലൂർക്ക് പോവുകയാണ്. ഇനി നമുക്ക് കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഒരു കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ നമ്മുടെ ഉറക്കമില്ലാത്ത കുറേ രാത്രികളായിരുന്നു കേട്ടോ. എന്തിനായിരുന്നു ഇത്ര ടെൻഷൻ എന്നറിയില്ല. ആ ദിവസം അങ്ങ് കഴിഞ്ഞ് കിട്ടണ വരെ. അപ്പോൾ ഇതിൻ്റെ ബാക്കി നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണാനും ആൾക്കാരുണ്ടാവും വെയിറ്റിംഗ് ആണെന്നൊക്കെയുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ. ബൈ ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ എൻഗേജ്മെൻറ്റിൻ്റെ തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ കൂടുതൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാമല്ലോ. അടുത്ത പാർട്ട് ചെയ്യാനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ബൈ ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.